84 84. ഇതിൽ കുറെ കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നു. അതിൽ ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? ഇതിന് കോമൺ ഡിഫറൻസ് എത്രയുണ്ടാവും? കോമൺ ഡിഫറൻസ് കാണുന്നത് ഈ ഡിഫറൻസിനെ ഈ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു കോമൺ ഡിഫറൻസ് കാണുന്നത് എങ്ങനെയാണ്. കോമൺ ഡിഫറൻസ് കാണുന്നത് 84ന് 60 കുറയ്ക്കുക ഡിവൈഡഡ് ബൈ 10 - 7 ആണ്. അപ്പൊ ആൻസർ കിട്ടുന്നത് 24 ഡിവൈഡഡ് ബൈ 7 ആണ്. 24 ഡിവൈഡഡ് ബൈ 3 ആണ്. ആൻസർ 8 ആണല്ലോ. കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി നിങ്ങളുടെ കയ്യിൽ ഇവിടെ 10th ടേം ഉണ്ട്. 10th ടേം എങ്ങനെയാണെങ്കിൽ 11th ടേം കണ്ടുപിടിക്കാൻ പറ്റുമോ? 11th ടേം 10th ടേം നമ്മുടെ കയ്യിൽ 11th ടേം കണ്ടുപിടിക്കണമെങ്കിൽ 8 ആഡ് ചെയ്താൽ പോരെ. അങ്ങനെയാണെങ്കിൽ 11th ടേം എങ്ങനെ കിട്ടും? 11th ടേം 84ന്റെ കൂടെ 8 ആഡ് ചെയ്യുന്നു 92 ആണ്. 10th ടേം നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ 9th ടേം എങ്ങനെ കാണും? 9th ടേം എങ്ങനെ കാണും? 10th ടേം നമ്മുടെ കയ്യിലുണ്ട് 9th ടേം എങ്ങനെ കാണും? 10th ടേം നമ്മുടെ കയ്യിലുണ്ട് 9th ടേം എങ്ങനെ കാണും? അതെ, 84നെ 8 മൈനസ് ചെയ്താൽ മതി. 78 ആണ് ആൻസർ. ഇനി 7th ടേം നമ്മുടെ കയ്യിലുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് ടേം എങ്ങനെ കാണും? 7th ടേമിൽ നിന്ന് എന്ത് കുറയ്ക്കേണ്ടി വരും? ഫസ്റ്റിലേക്ക് പോകണമെങ്കിൽ എത്ര പ്രാവശ്യം ഡിഫറൻസ് കുറക്കണം? ഫസ്റ്റിലേക്ക് പോകണമെങ്കിൽ 7th ടേമിന് അതെ 6d കുറക്കണം. 7th ടേമിന് 6 കുറക്കുമ്പോഴാണ് 1 അവർ. 7th ടേമിന് 6d കുറക്കണം. അപ്പൊ അത് എത്രയുണ്ടാവുക? 7th ടേം നമ്മുടെ കയ്യിൽ 60 ഉണ്ട്. അതിൽ നിന്ന് 6d കുറയ്ക്കണം. 6 into d. എന്താണ് d? d എന്ന് പറയുന്നത് 8 ആണ്. d എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി എന്ത് മനസ്സിലായി? 7th ടേം കിട്ടി. 60 ൽ നിന്ന് 48 കുറച്ചു. ആൻസർ എത്ര കിട്ടിയത്? 12 ആണ് എന്ന് കിട്ടി. 12 ആണ്. അപ്പൊ നമുക്ക് ആ സീക്വൻസ് ഒന്ന് പറയാൻ പറ്റുമോ? ആ സീക്വൻസ് ഏതാണെന്ന് പറയാൻ പറ്റുമോ? സീക്വൻസ് എന്ന് പറയാൻ ഫസ്റ്റത്തെ എഴുതാം, സെക്കൻഡത്തെ എഴുതാം, തേർഡ് എഴുതാം, എക്സെട്ര എഴുതാം. ഏതൊക്കെ ആ സീക്വൻസ് ഏതാണെന്ന് പറയാൻ പറ്റുമോ? ആ സീക്വൻസ് ഏതാണെന്ന് പറയാൻ പറ്റുമോ? യെസ്, ആൻസർ 12 20 8 കൂട്ടട്ടെ. ആദ്യം 12 എഴുതി, പിന്നെ 8 കൂട്ടി, പിന്നെ 8 കൂട്ടി, അങ്ങനെ എഴുതും. ദിസ് ഈസ് ദ സീക്വൻസ്. ഇങ്ങനെ ഒരു സീക്വൻസ് കിട്ടിയാൽ ഇതിന്റെ ജനറൽ ആയ ഒരു ടേം നമ്മൾ കണ്ടുപിടിക്കാം. ജനറൽ ടേം കണ്ടുപിടിക്കാം. അതായത് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തത് 12, അതിന്റെ കൂടെ 8 കൂട്ടാം, അതിന്റെ കൂടെ 8 കൂട്ടാം, ഇങ്ങനെയല്ല. ജനറൽ ടേമിലേക്ക് പോവാൻ അടുത്ത ക്വസ്റ്റ്യനിൽ പറയാം. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കാം. ഒന്നുകൂടെ എക്സാമ്പിൾ തരാം, പിന്നീട് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ 6th ടേം തരുന്നു 80, അതിന്റെ 10th ടേം തരുന്നു, അതിന്റെ 10th ടേം 108. എന്നിട്ട് ഇതിൽ കുറെ കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. വാട്ട് ഈസ് കോമൺ ഡിഫറൻസ്? വാട്ട് ഈസ് ഇറ്റ്സ് 11th ടേം? വാട്ട് ഈസ് ഇറ്റ്സ് 9th ടേം? What is its 9th term? What is its 7th term? What is its 5th term? What is its first term? What is the sequence? Write the sequence. Sequence എഴുതാം. ഇത്രയും കാര്യങ്ങളെ നിങ്ങൾ പിന്നീട് എഴുതാം. ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആക്കി വെക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് സെയിം മെത്തേഡ് പ്രാക്ടീസ് ചെയ്യണം. ക്വസ്റ്റ്യൻ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. എക്സാമിന് ഇതിൽ ഏത് ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റും. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ ഏതെങ്കിലും 2 ടേംസ് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റണം. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ.
ഓക്കെ. ഇത് വേറൊരു കാര്യം, ഇത് നോട്ട് ചെയ്ത് നോക്കാം. അടുത്തത് വേറൊരു കാര്യം, ഒരു ആൽഫബറ്റിക് സീക്വൻസ് തന്നു. ഈ സീക്വൻസിന്റെ തന്നത് ഇങ്ങനെയാണ്: 11, 15, 90 എക്സെട്ര. ഇതാണ് ആൽഫബറ്റിക് സീക്വൻസ് തന്നത്. ഇത് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കാം. ഇതിന്റെ ഫസ്റ്റ് ടേം എത്രയാണെന്ന് നോക്കാം. ഫസ്റ്റ് ടേം 11 ആണ്. ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് നോക്കാം. കോമൺ ഡിഫറൻസ് 4 ആണ്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം ഞാൻ പറയുന്ന, ഇതിന്റെ ജനറൽ ടേം an എന്ന് പറഞ്ഞിട്ട് ഏത് ടേം കണ്ടുപിടിക്കാൻ ഒരു തന്ത്രം നമുക്ക് റെഡിയാക്കി വെക്കാം. അതായത് dn പ്ലസ് a മൈനസ് d അല്ലെങ്കിൽ f മൈനസ് d എന്ന് പറയാം. ഈ a ന്റെ വേറൊരു പേരാണ് f. ഫസ്റ്റ് എന്നുള്ളതിന് അങ്ങനെ f എന്നും യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ dn പ്ലസ് f മൈനസ് d എന്നും പറയാം. dn പ്ലസ് f മൈനസ് d. അങ്ങനെയാണെങ്കിൽ ഈ സീക്വൻസിന്റെ ഇത് നോട്ട് ചെയ്യണം, dn പ്ലസ് f മൈനസ് d. ഇത് എങ്ങനെയാണ് ഉണ്ടായത്? നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു a പ്ലസ് n മൈനസ് 1 d എന്ന് നേരത്തെ പഠിച്ചിരുന്നു. അത് തന്നെയാണ് ഇത്. ഇതിനെ നോക്കൂ നിങ്ങൾ, a പ്ലസ് മൾട്ടിപ്ലൈ ബൈ nd മൈനസ് 1d. അത് തന്നെയാണ് nd പ്ലസ് a മൈനസ് 1d. അത് തന്നെയാണ് ഇത് nd അല്ലെങ്കിൽ dn പ്ലസ് f മൈനസ് d. രണ്ടും ഒന്ന് തന്നെയാണ്. ഈ സാധനം തന്നെയാണ് ഇത്. അപ്പൊ ഈ ഫോർമുല ഉണ്ടായത് ഇങ്ങനെയാണ്. ഇങ്ങനെയാണ് ഈ ഫോർമുല ഉണ്ടായി വന്നത്. ഓക്കെ, അപ്പൊ ആ ഫോർമുല ഒന്ന് ഓർത്തു വെക്കാം. nth ടേമിന്റെ ഫോർമുല നമുക്ക് ആവശ്യമുണ്ട്. nth ടേമിന്റെ ഫോർമുല ഒന്നുകൂടെ ഞാൻ എഴുതാം. nth ടേമിന്റെ ഫോർമുല എന്താണ്? dn പ്ലസ് f മൈനസ് d ആണ് nth ടേമിന്റെ ഫോർമുല. അപ്പൊ ഈ സീക്വൻസിന്റെ nth ടേമിന്റെ ഫോർമുല ഏതാണെന്ന് ചോദിച്ചാൽ d4 ആണ്. 4n പ്ലസ് f 11 ആണ് മൈനസ് d4 ആണ്. അപ്പൊ ഇതിന്റെ nth ടേം നമുക്ക് ഇങ്ങനെ എഴുതാം. 4n പ്ലസ് 11 4 ഒഴിച്ചാൽ 7 ആണ് എന്ന് എഴുതാം. അപ്പൊ ഇതിന്റെ nth ടേം കിട്ടി. ഇതുപോലെ ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതും, അതിന്റെ nth ടേം നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം. എക്സാമ്പിൾ എഴുതിക്കോളൂ. 15, 21, 15, 21, 27 etc. What is its first term? What is its common difference? What is its nth term? ചെയ്ത് നോക്കിയേ. First term, common difference and nth term. First term, common difference and the nth term. First term, common difference and the nth term. First term എന്ന് പറയുന്നത് ഇതിലെ ആദ്യത്തെ നമ്പർ 15. കോമൺ ഡിഫറൻസ് എന്നാൽ ഇത് തമ്മിലുള്ള വ്യത്യാസം. 21 15 കുറച്ച് നോക്കിയാൽ കിട്ടും 6 ആണ്. 6 ആണ്. an കാണുന്നതിന് ഈ ഫോർമുല എഴുതാം. എന്താണ്? dn പ്ലസ് f മൈനസ് d എന്ന് പറയുന്ന ഈ ഫോർമുല എഴുതാം. dn പ്ലസ് f മൈനസ് d എന്ന് പറയുന്ന ഫോർമുല എഴുതാം. dn പ്ലസ് f മൈനസ് d എന്ന് പറയുന്ന ഫോർമുല. d എന്താണെന്ന് നോക്കാം. d എന്ന് പറയുന്നത് 6 ആണ്. 6n പ്ലസ് f എത്രയാണെന്ന് നോക്കാം. 15 ആണ്. മൈനസ് d എത്രയാണ് നോക്കാം. 6. അപ്പൊ നമുക്ക് an കിട്ടി. എന്താണ് an കിട്ടിയത്? 6n പ്ലസ് 11 എന്ന് കിട്ടി. 6n പ്ലസ് 11 അല്ല, 15 മൈനസ് 6 9 ആണ്. 6n പ്ലസ് 9 6n പ്ലസ് 9. ഓക്കെ, 6n പ്ലസ് 9. ഒരു ക്വസ്റ്റ്യൻ കൂടെ തരാം. അപ്പൊ ശരിയായിക്കോളും. ഒരു സീക്വൻസ് 20, 27, 34 etc. ചോദ്യമാണ് what is its nth term? ഇതിന്റെ nth term എങ്ങനെ കാണും? അപ്പൊ nth termന്റെ ഫോർമുല എഴുതിക്കാം. dn plus f minus d. ഇതാണ് ഫോർമുല. ഇതിൽ വാല്യൂസ് കൊടുത്താൽ ആൻസർ കിട്ടും. അപ്പൊ എന്തൊക്കെയാണ് കിട്ടുന്നത്? d എന്ന് പറയുന്നത് ഇതിന്റെ ഡിഫറൻസ് ആണ്. d എത്രയുണ്ട്? 7 ഉണ്ട്. അപ്പൊ 7 അല്ലേ d എന്ന് പറയുന്നത് 7 ആണ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസിനാണ് d എന്ന് പറയുന്നത്. പ്ലസ്
എഫ് എന്ന് പറയുന്നത് ഇതിന്റെ ഫസ്റ്റ് ഉള്ളതാണ്. ഇത് എഫ് നമ്മുടെ കയ്യിലുണ്ട് 20 ആണ്. എഫ് 20 ആണ്. 20 മൈനസ് ഡി എന്ന് പറയുന്നത് 7 ആണ്. 20 മൈനസ് 7. അപ്പോൾ ആൻസർ കിട്ടുന്നത് 7n പ്ലസ് 13 എന്ന ആൻസർ കിട്ടി. ഇതാണ് ഇതിന്റെ nth ടേം അല്ലെങ്കിൽ ജനറൽ ടേം. nth ടേം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ഇനി ഏത് ടേം വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. n നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് n കാണുന്നെങ്കിൽ ഈ n കാണുന്നിടത്ത് 10 ആക്കിയാൽ 10 കിട്ടും. n പകരം എല്ലാം 10 എഴുതിയാൽ 10 കിട്ടും. n കാണുന്നിടത്ത് 10 എഴുതാം. അപ്പോ 710 പ്ലസ് 13. 710 എന്ന് പറഞ്ഞാൽ 70. 70 പ്ലസ് 13 എന്ന് പറഞ്ഞാൽ 83. അപ്പൊ 10 കിട്ടി. ഇനി നിങ്ങൾക്ക് A20 വേണം. A20 വേണമെങ്കിൽ എങ്ങനെ കാണും? ഈ 10 പകരം 20 ആക്കിയാൽ മതി. 10 പകരം 20 എന്ന് എഴുതിയാൽ A20 കിട്ടും. 10 പകരം 20 ആക്കിയാൽ A20 കിട്ടും. അപ്പൊ 7 into 20 plus 13 ആണ്. 7 into 20 plus 13. അപ്പൊ 140 plus 13. അപ്പൊ എത്ര കിട്ടുന്നത്? 153 ആണ്. 153 ആണ്. ഓക്കെ അല്ലേ? ഇനി അതുപോലെ n നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ A100 കണ്ടൂടെ? എങ്ങനെയാ 100 കാണാം? A100. ഓക്കെ. അപ്പൊ എന്ത് കിട്ടും? A100 7 into 100 plus 13 ആണ്. 7 into 100 plus 13. അപ്പൊ 700 plus 13. 730 is the answer. ഇനി ഇതിൽ നമുക്ക് ഒരു 500 ടേം കാണോ? A500 എത്ര കിട്ടും? A500 ആക്കി നോക്കാം. യെസ്. അപ്പൊ 7 into 500 plus 13. 7 into 500 എന്ന് പറഞ്ഞാൽ 35. 3500 plus 13. ആൻസർ 3513. ഇത് ഓക്കെ ആണോ? ഇതുവരെ പറഞ്ഞതെല്ലാം മനസ്സിലായി? ഓക്കെ ആണെങ്കിൽ ഒരു ഓക്കെ അല്ലെങ്കിൽ പെർഫെക്റ്റ് ഓക്കെ പറഞ്ഞേ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായ ആളുകൾ ഓക്കെ പറഞ്ഞേ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായ? ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, താങ്ക് യു. ഓക്കെ ആണ്. ഓക്കെ, എന്നാ അടുത്തത്. അപ്പൊ ഇനി പറഞ്ഞ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, ഒരു സീക്വൻസ് എഴുതുന്നുണ്ട് കേട്ടോ. ഈ സീക്വൻസ് ഇങ്ങനെയാണ്: 5, 9, 13, 17 etc. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സമ്മറൈസ് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യനോട് കൂടെ അത് ശരി ആവണം. അതിനു വേണ്ടിയിട്ടാണ്. ഇതിന്റെ ഫസ്റ്റ് ടേം എത്രയാണ്? 5. ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? കോമൺ ഡിഫറൻസ് 4. ഓക്കെ, കോമൺ ഡിഫറൻസ് 4. ഇതിന്റെ nth ടേം കാണുന്നതിനുള്ള ഫോർമുല എന്താണ്? nth ടേം കാണുന്നതിനുള്ള ഫോർമുല അറിയാം എങ്കിൽ ഇതിന്റെ nth ടേം എന്തായിരിക്കും? ഈ സീക്വൻസിന്റെ nth ടേം എന്തായിരിക്കും? അതെ, ചെയ്തോ. nth ടേം എന്തായിരിക്കും? ഈ സീക്വൻസിന്റെ nth ടേം എന്തായിരിക്കും? യെസ്, dn. അതായത് 4n plus f minus b, 5 minus 4. ആൻസർ an is 4n plus 1 ആണ്. അപ്പൊ ഇത് കിട്ടി. ഇത് ഉപയോഗിച്ചിട്ട് 10th ടേം ആണെങ്കിൽ എങ്ങനെ കാണും? ഇത് ഉപയോഗിച്ചിട്ട് 10th ടേം കാണും. a എന്ന് നമ്മുടെ കയ്യിലുണ്ട്. അത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് 10th ടേം കാണാം? യെസ്, 4 into 10 40 plus 1 41 ആണ്. ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് 100th ടേം കാണാം? 100 എങ്ങനെ കാണും? ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെ 100th ടേം കാണും? യെസ്,
Yes, 4 into 100 plus 1 ആണ്. Answer 400. 1 ആണ്. 400 plus 1 401. 401. അപ്പൊ ഒരു സീക്വൻസിന്റെ nth ടേം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ നിന്ന് ഈ പറഞ്ഞതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. ഒരു സീക്വൻസിന് വേറൊരു ക്വസ്റ്റ്യൻ എഴുതുന്നുണ്ട്. വേറെ ക്വസ്റ്റ്യൻ ഞാൻ എഴുതാം. ഒരു സീക്വൻസിന്റെ nth ടേം 5n plus 3 ആണെന്ന് വിചാരിക്കാം. 5n plus 3 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന് ഏട്ടൻ എങ്ങനെ കണ്ടുപിടിക്കും? ഏട്ടൻ എങ്ങനെ കണ്ടുപിടിക്കും? Yes, 5 into 10 plus 3 ആണ്. That is 50 plus 3 ആണ്. 53 ആണ്. ഇതിൽ നിന്ന് A20 എങ്ങനെ കാണും? A20 5 into 20 plus 3 answer 103. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. സെക്കൻഡ് ടേം രണ്ടാമത്തേത് 5 into 2 plus 3. 5 into 2 plus 3. 13 ആണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഇത് 8 ആണ് കിട്ടിയത്. അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ശരി. അപ്പൊ നിങ്ങൾക്ക് ആ സീക്വൻസ് ഒന്ന് എഴുതാൻ പറ്റുമോ? ആ സീക്വൻസ് ഒന്ന് എഴുതാൻ പറ്റുമോ? ആ സീക്വൻസ് എഴുതാൻ പറ്റുമോ? ഫസ്റ്റ് ടേം നിങ്ങൾക്ക് കിട്ടി 8 ആണ്. സെക്കൻഡിലെ ടേം കിട്ടി എത്രയാ? സെക്കൻഡിലെ ടേം എത്രയാണ്? സെക്കൻഡ് ടേം 13. തേർഡ് ടേം എത്രയാ? 21. ഇറ്റ്സ് എ സീക്വൻസ്. സീക്വൻസ് കിട്ടി. ഇനി നോക്കൂ, ഇതില് ഇങ്ങനെ ഒരു ആൾജിബ്ര വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നേരിട്ട് ഫസ്റ്റ് ടേം കാണണമെങ്കിൽ n അങ്ങോട്ട് ഒഴിവാക്കുക, എന്നിട്ട് ബാക്കി രണ്ട് നോക്കാം. 5 plus 3. അപ്പൊ ആൻസർ കിട്ടും. ഇതിൽ നിന്ന് കോമൺ ഡിഫറൻസ് നേരിട്ട് കാണണോ? ഒറ്റ മാർഗമുള്ളൂ. എന്നിന്റെ കൂടെ കിടക്കുന്ന നമ്പർ ആരാന്ന് നോക്കുക, അയാൾ അവിടെ കൊണ്ടുവന്ന് നോക്കുക. കോമൺ ഡിഫറൻസ് കിട്ടി. n ഒഴിവാക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം കിട്ടി. എന്നിന്റെ കൂടെ ഉള്ള ആൾക്കാർ കോമൺ ഡിഫറൻസ് കിട്ടി. ഇത് രണ്ടും കിട്ടിയാൽ സീക്വൻസ് നമുക്ക് എഴുതാൻ എളുപ്പമാണ്. 8 എഴുതുന്നു, 5 കൂട്ടുന്നു, വീണ്ടും 5 കൂട്ടുന്നു, അങ്ങനെ 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 എഴുതാം. സോറി 18 അല്ല, അങ്ങനെ എഴുതാം. വേറൊന്ന് ഞാൻ ഇവിടെ എഴുതാം. 4n plus 7. an equal to 4n plus 7. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇതിന്റെ ഫസ്റ്റ് ടേം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇപ്പൊ നമ്മൾ ഈ ചെയ്ത ഈ മെത്തേഡ് ഉപയോഗിച്ച് പെട്ടെന്ന് ഇതിന് ഫസ്റ്റ് എന്ന് പറയാൻ പറ്റുമോ? എന്നോട് ഒഴിവാക്കുക, ബാക്കിയുള്ളത് കൂട്ടാം. ഫസ്റ്റ് ടേം എന്നെ ഒഴിവാക്കിയിട്ട് ബാക്കി രണ്ടും കൂടെ കൂട്ടാം. 11 ആണ്. 4ഉം 7ഉം ആഡ് ചെയ്താൽ മതി. 4ഉം 7ഉം ആഡ് ചെയ്താൽ 11 കിട്ടും. ഇതിന് കോമൺ ഡിഫറൻസ് കണ്ടെത്താൻ എളുപ്പമാർഗം എന്താണെന്നറിയോ? എന്നിന്റെ കൂടെ കിടക്കുന്ന ആളുകളെ വിളിച്ച് എഴുതാൻ കഴിയും. ഇത് രണ്ടും കിട്ടിയാൽ സീക്വൻസ് എഴുതാൻ പറ്റുമോ? ഇത് രണ്ടും കിട്ടിയാൽ സീക്വൻസ് എഴുതാൻ പറ്റുമോ? യെസ്. എന്താ, എങ്ങനെ ഇത് രണ്ടും കിട്ടിയ സീക്വൻസ് പെട്ടെന്ന് എഴുതാം? യെസ്. എങ്ങനെയാ? 11 പിന്നെ 4 ആഡ് ചെയ്യുന്നു, വീണ്ടും 4 ആഡ് ചെയ്യുന്നു, എക്സെട്രാ കഴിയും. സിമ്പിളാ. അപ്പൊ നമ്മളെ കുറച്ചും കൂടെ എളുപ്പമായി, കുറെ കഷ്ടപ്പാടില്ലാണ്ട് വളരെ എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്തിത്തുടങ്ങും അല്ലെ? ആൻസർ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനും മനസ്സിലായി. NTSCക്ക് ഏറ്റവും പ്രധാനം അതാണ്, പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇന്ന് ചെയ്ത ക്ലാസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു തവണ കൂടെ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അപ്പോഴാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഇനി ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. NTSCയുടെ ഒരു ചോദ്യമാണ്, ഒന്ന് എഴുതിക്കോളൂ. ഇഫ് ദ ഫസ്റ്റ് ടേം എഴുതും. If the first term of an arithmetic progression എന്ന് പറയുന്ന സീക്വൻസ് പറയാം, of an arithmetic sequence
of an arithmetic sequence is 12 and common difference is 7 and common difference is 7. Find its 15th term. Find its 15th term. Find its 15th term. ഇതിന്റെ 15th term കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കയ്യിൽ ഫസ്റ്റ് ടേം ഉണ്ട്, കോമൺ ഡിഫറൻസ് ഉണ്ട്, ഇതിന്റെ 15th ടേം കാണും. 15th ടേം കാണും. പല മെത്തേഡ് ചെയ്യാം. ഇപ്പൊ മനസ്സിലാക്കിയത് ഏത് മെത്തേഡ് വേണമെങ്കിലും ചെയ്യാം. ഞാൻ 15 ആണെങ്കിൽ ഫസ്റ്റ് ടേമിന്റെ കൂടെ 14t ആഡ് ചെയ്താൽ 15th ടേം ആണെങ്കിൽ ഫസ്റ്റ് ടേമിന്റെ കൂടെ 14t ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടേമിന്റെ കൂടെ 14t ആഡ് ചെയ്താൽ കിട്ടും. Yes. അപ്പൊ ആൻസർ ഫസ്റ്റ് ടേം നമ്മുടെ കയ്യിൽ 12 ആണ്. പ്ലസ് 14 into 7 എത്രയാന്ന് നോക്കാം. That is 12 plus 98 ഒക്കെ വരും അല്ലേ? അപ്പൊ ആൻസർ 110 is the correct answer. 110 is the correct answer. ഇനി ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ട്, അതിന്റെ nth ടേം 5n plus 2 ആണ്. അതിന്റെ nth ടേം 5n plus 2 ആണ്. അപ്പൊ അതിൽ കുറെ ടേംസ് ഉണ്ട്. ആ ടേംസ് നമ്മൾ ലാസ്റ്റ് ടേം പറഞ്ഞു 82 ആണ് ഇതിന്റെ ലാസ്റ്റ് ടേം എന്ന് വിചാരിക്കാം. ഇത് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ലാസ്റ്റ് ടേം 82 ആണ്. എങ്കിൽ ഇതിലെ എത്ര ടേംസ് ഉണ്ട്? നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? ഇതിൽ എത്ര എണ്ണം ഉണ്ട്? ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ലാസ്റ്റ് ടേം 82 ആണ് എങ്കിൽ ഇതിൽ എത്ര ടേംസ്? ഇതാണ് ചോദ്യം. അപ്പൊ കണ്ടെത്തുന്നതിനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ലാസ്റ്റ് 8 ആണ് വിചാരിക്കാം. ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ലാസ്റ്റ് ടേം 82 ആണെങ്കിൽ അത് 8 ആണ് വിചാരിക്കാം. That is an is 82. nth ടേം ആണ് 82. പക്ഷെ 82 nth ടേം എന്നുള്ളതിന് പകരം ഈ സാധനം ഇവിടെ ഫിക്സ് ചെയ്യാം 5n plus 2. എന്നിട്ട് ഇത് സിംപ്ലിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് n കിട്ടും. എത്രാമത്തെ ടേം ആണ് എന്ന് മനസ്സിലാവും. ഇത് നമ്മള് കഴിഞ്ഞ വർഷം 8ാം ക്ലാസ്സിൽ ആൽജിബ്ര ചെയ്യുന്ന മറ്റൊരു ചെയ്താണ്. ഇതിൽ എത്ര ആകെ എത്ര ടേം ഉണ്ടെന്ന് അറിയില്ല. ലാസ്റ്റ് ടേം 82 ആണ്. അപ്പൊ ലാസ്റ്റ് ടേം 82 ആണ് എന്നെടുത്തു. എന്നിട്ട് അങ്ങോട്ട് ചെയ്യാം. അതിനെന്താ മാർഗം? ഈ 2 നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. 5n equal to 82 minus 2. അപ്പൊ നിങ്ങൾക്ക് കിട്ടും 5n equal to 80 ആണ്. അങ്ങനെയാണെങ്കിൽ n എന്ന് പറയുന്നത് 80 divided by 5 ആണ്. 80 എത്ര 5 ഉണ്ട്? 80 എത്ര 5 ഉണ്ട്? ഡിവൈഡ് ചെയ്ത് നോക്കാം. 1 5 5 ബാക്കി 3 30 6 5 30 കുറയ്ക്കാം 0. ആൻസർ n equal to 16. There are 16 terms in the sequence. ഈ സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ട്? There are 16 terms. 16 terms ഉണ്ട് ആ സീക്വൻസ് എന്ന് മനസ്സിലായി. ആ സീക്വൻസിൽ 16 terms ഉണ്ട്. ഇനി ഞാൻ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. സെയിം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരാം. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസിലെ ഏറ്റവും ലാസ്റ്റ് ടേം ഒരു 100 എത്ര nth ടേം ആദ്യം പറഞ്ഞത്. nth ടേം 4n plus 3 ആണ്. 4n plus 3 ആണ്. ഇവിടെ ലാസ്റ്റ് ടേം 123 ആണ്. എങ്കിൽ ഇതിൽ എത്ര ടേംസ് ഉണ്ട് എന്നാണ് ചോദ്യം. അരിത്തമെറ്റിക് സീക്വൻസിലെ ലാസ്റ്റ് ടേം 123 ആണ്. അതിന്റെ nth ടേം അല്ലെങ്കിൽ ജനറൽ ടേം 4n plus 3 ആണ്. എത്ര ടേംസ് ഉണ്ട് എന്നാണ് ചോദ്യം.
അത് ഇതുപോലെ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തു നോക്കാം. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ക്ലിയർ? ഓക്കെ. ഓക്കെ, അപ്പൊ നിങ്ങള് ഇതിന് ചെയ്യാം. 30 ആണ് തോന്നുന്നത് ആൻസർ. 30. ഓക്കെ, 30. ഓക്കെ. ഇനി അടുത്തൊരു ചോദ്യം ഇതാണ്. Tenth term of an AP whose first term, find the 10th question again. Find the 10th term. Find the 10th term of an AP whose first term is 2. Whose first term is 2. And the common difference is 5. And the common difference is 5. Find its 10th term. 10th കാണും. ഒന്ന് ചെയ്ത് നോക്കി. 10th term കാണുമ്പോൾ ഫോർമുല പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടേം പ്ലസ് 9b. ചെയ്തോ? ഓക്കെ. ഓക്കെ, ഓക്കെ. 47. ഓക്കെ. ഇനി അടുത്തത്. How many terms are there in the sequence? How many terms are there in the sequence? How many terms are there in the sequence? 7. How many terms are there in the sequence? 7, 11, 15, etc. 7, 11, 15, etc. 79. 79. ഇതാണ് സംഭവം. അപ്പൊ ഇതില് ഫസ്റ്റത്തത് അറിയാം, ലാസ്റ്റത്തത് അറിയാം, കോമൺ ഡിഫറൻസ് അറിയാം, ഒക്കെ അറിയാം. ഇതിൽ എത്ര ടേംസ് ഉണ്ടെന്നാണ് ചോദ്യം. അപ്പൊ ഇതിൽ അറിയുന്ന കാര്യങ്ങളിൽ ഫസ്റ്റത്തത് എത്രയാണെന്ന് അറിയാം, കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് അറിയാം, ലാസ്റ്റത്തത് എത്രയാണെന്ന് അറിയാം. ഇത് വെച്ചിട്ട് നിങ്ങൾ കണ്ടുപിടിക്കണം. ഫസ്റ്റത്തത് അറിയാം, കോമൺ ഡിഫറൻസ് അറിയാം, ലാസ്റ്റത്തതും അറിയാം. ഇത് വെച്ച് നമ്മൾ കണ്ടുപിടിക്കണം. ഫസ്റ്റത്തത് 7 ആണ്. കോമൺ ഡിഫറൻസ് ഇവിടെ നിങ്ങൾ കുറച്ച് നോക്കിയാൽ 4 ആണ്. ലാസ്റ്റത്തത് 79 ആണ്. an 79. an എങ്ങനെ കണ്ടുപിടിക്കാം? an കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ട് dn plus f minus b ആണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് an കണ്ടുപിടിക്കാം. an കണ്ടുപിടിക്കാം. വേറെ ഒരുപാട് ഈസി മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. dn plus f minus d എന്ന് പറഞ്ഞാൽ 4. 4n plus f എത്രയാണ് നോക്കാം? 7 ആണ്. 7 minus 4. അപ്പൊ ഇത് an കിട്ടിയത് 4n plus 3 ആണ്. ഇതാണ് an കിട്ടിയത്. നമുക്കറിയാം an 79 ഇവിടെ ഉണ്ട്. an 79 എന്ന് നമ്മുടെ കയ്യിലുണ്ട്. an 79. അപ്പൊ ഇത് കൊടുത്തു കഴിഞ്ഞാൽ 4n plus 3 79 ആണെന്ന് വിചാരിക്കാം. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്താൽ n കിട്ടും. അത് സിംപ്ലിഫൈ ചെയ്താൽ n കിട്ടും. അപ്പൊ 4n equal to 79 minus 3 ആണ്.
79 3 കുറച്ചാൽ 4n equal to 76 n കാണുന്നെങ്കിൽ 76 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അപ്പോ n കിട്ടുന്നത് 19 ആണെന്ന് തോന്നുന്നു.